നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. അടുത്തിടെ നടത്തിയ പരീക്ഷണങ്ങളിലെല്ലാം ഒരുപാട് വിജയം കൊയ്യാൻ നമ്മുടെ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഇസ്രോയ്ക്ക് സാധിച്ചിരുന്നു. കൂടാതെ ചരിത്രപരമായ പല ദൗത്യങ്ങളുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുക കൂടിയാണെന്ന് ഇസ്രോ. ഇസ്രോയ്ക്ക് വേണ്ടി ചെലവിടുന്ന ₹1 സമൂഹത്തിന് 2.5 രൂപയായി തിരിച്ചു കിട്ടുമെന്ന് ചെയർമാൻ എസ് സോമനാഥ് വ്യക്തമാക്കിയത് ഇത്തരം വിജയങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള പദ്ധതിക്ക് ഉൾപ്പെടെ തയ്യാറെടുക്കുകയാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ ലോ എർത്ത് ഓർബിറ്റിലേക്ക് ആദ്യമായി സ്വന്തം പേടകത്തിൽ മനുഷ്യനെ അയക്കുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസിയുമായി നിർണായക കരാറിൽ ISRO ഒപ്പുവെച്ചതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഈ നിർണായക ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗഗൻയാന്റെ ഭാഗമായി ആളില്ലാ പേടകം അടുത്ത വർഷം മാർച്ചിൽ വിക്ഷേപിക്കും. ഗഗൻയാൻ G1 മിഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പേടകം ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ബഹിരാകാശത്തേക്ക് കുതിച്ചു വരിക. ദൗത്യത്തിന്റെ മുഴുവൻ സമയ നിരീക്ഷണത്തിനായി പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ ISRO ശാസ്ത്രജ്ഞന്മാരെ വിന്യസിക്കും. പ്രത്യേക കപ്പലുകളിലായിരിക്കും നിരീക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുക. 2025 മാർച്ച് 1-നും 2025 ഓഗസ്റ്റ് 31-നും ഇടയിലായിരിക്കും വിക്ഷേപണമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്യാഹിത ഘട്ടങ്ങളിൽ ബഹിരാകാശ യാത്രികരെ രക്ഷിക്കാൻ ഉപയോഗിക്കാവുന്ന ക്രൂ എസ്കേപ്പ് സിസ്റ്റം പരീക്ഷിക്കാനാണ് ആദ്യത്തെ ദൗത്യത്തിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. ഇതിന്റെ വിജയം ഗഗൻയാന്റെ ആളില്ലാ ദൗത്യത്തിന് കൂടുതൽ കരുത്താവുകയും ചെയ്യും. ബഹിരാകാശത്തേക്ക് 3 ക്രൂ അംഗങ്ങളെയാവും ഗഗൻയാൻ പേടകത്തിൽ ഇന്ത്യ അയക്കുക. സംഘത്തെ ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുകയാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഗഗൻയാൻ ദൗത്യം 2025 യാഥാർത്ഥ്യമാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. അതിനു മുന്നോടിയായി ഗഗൻയാൻ 1, ഗഗൻയാൻ 2 എന്നീ 2 ആളില്ലാ പരീക്ഷണ ദൗത്യങ്ങളും ISRO ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് മാർച്ചിൽ നടക്കുന്നത്. യഥാർത്ഥ ഗഗൻയാൻ ദൗത്യ പേടകത്തിന്റെ അതേ വലുപ്പത്തിലും മാതൃകയിലുള്ളത് തന്നെയായിരിക്കും ഇരു പരീക്ഷണ ദൗത്യങ്ങളിലും ഉപയോഗിക്കുന്ന പേടകങ്ങൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചുയരാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ആസ്ട്രോനോട്ടുകൾക്കുള്ള പരിശീലനവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല, മലയാളിയും ചലച്ചിത്ര താരം ലെനയുടെ ജീവിത പങ്കാളിയുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നിവരാണ് കഠിനമായ പരിശീലനത്തിൽ ഏർപ്പെടുന്നത്. US-ലും യൂറോപ്പിലുമാണ് ഇവരുടെ പരിശീലനം. ഓഗസ്റ്റിൽ തന്നെ ഇരുവരും US-ലെ ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തി പരിശീലനം ആരംഭിച്ചിരുന്നു. പിന്നീട് സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയോം സ്പേസിലും ഇരുവരും പരിശീലനത്തിനെത്തി. ആക്സിയോം സ്പേസിന്റെ ആക്സിയോം 4 ദൗത്യത്തിന്റെ ഭാഗമായി ശുഭാൻശു ശുക്ലയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിന്മാറേണ്ടി വന്നാൽ പ്രശാന്ത് ബാലകൃഷ്ണനാകും പകരം പോവുക. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലേറി ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ് സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. US-ൽ നിന്നുള്ള പെഗി വിറ്റ്സനാണ് മിഷൻ കമാൻഡർ. കൂടാതെ പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള ഓരോ സഞ്ചാരികളും ശുഭാൻശുവിന് പുറമെ സംഘത്തിലുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ നേടുന്ന പരിശീലനവും ISS യാത്രയുമെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. ഇതിനിടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന GSAT-20 ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കാൻ സാധിച്ചതും ഇസ്രോയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പരീക്ഷണമാണ്. ISRO വികസിപ്പിച്ച വാർത്താവിനിമയ ഉപഗ്രഹം അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപിച്ചത്. വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റ് നൽകുന്ന ISROയുടെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിനും ഈ ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി നൽകും. വിമാനങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നതിനും ഇത് സഹായിക്കും. ഇതാദ്യമായിട്ടായിരുന്നു ISRO അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. 14 വർഷത്തെ ഉപജീവന കാലാവധി പ്രതീക്ഷിക്കുന്ന GSAT-20 രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിൽ വലിയ പിന്തുണ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.